ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മഹാഭാരതം അർജുനൻ്റെ ഗുരുദക്ഷിണ. കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ കഥകളൊക്കെ കേട്ടല്ലോ. പാണ്ഡവരുടെയും കൗരവരുടെയും വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞല്ലോ. എന്നാൽ ഗുരുദക്ഷിണ കൂടി കഴിഞ്ഞാൽ മാത്രമേ വിദ്യാഭ്യാസം പൂർത്തിയാകുകയുള്ളൂ. ധൃതരാഷ്ട്രപുത്രന്മാർക്ക് ധാരാളം ധനമുണ്ട്. എന്ത് വേണമെങ്കിലും ദക്ഷിണയായി നൽകാൻ അവർക്ക് സാധിക്കും. പക്ഷേ പാണ്ഡവരുടെ സ്ഥിതി നേരെ മറിച്ചാണ്. അവർക്ക് ധനവുമില്ല, സഹായിക്കാൻ ആളുമില്ല. പാണ്ഡുവിൻ്റെ മക്കളായതുകൊണ്ട് കൊട്ടാരത്തിൽ അങ്ങനെ കഴിയുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് വിലപിടിപ്പുള്ള ദക്ഷിണയൊന്നും പാണ്ഡവർക്ക് കൊടുക്കാൻ സാധ്യമല്ല. എന്നാലും ഗുരുവായ ദ്രോണർക്ക് എന്ത് വേണമെന്ന് ചോദിച്ചുകൊണ്ട് ഓരോരുത്തരും മുന്നോട്ട് വന്നു. എൻ്റെ ഇഷ്ടമനുസരിച്ചൊരു ദക്ഷിണ നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദ്രുപദ മഹാരാജാവിനെ പിടിച്ചുകെട്ടി എൻ്റെ കാൽക്കൽ കൊണ്ടുവയ്ക്കണം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുരുദക്ഷിണ എന്ന് പറഞ്ഞു. ഗുരുനാഥൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് തങ്ങളുടെ കർത്തവ്യമാണെന്ന് ഓരോരുത്തരും കരുതി. അങ്ങനെ ദുര്യോധനൻ, കർണൻ തുടങ്ങിയവർ വലിയ പടയും കൂട്ടി പാഞ്ചാല രാജ്യത്ത് ചെന്ന് യുദ്ധം ചെയ്തു. എന്നാൽ യുദ്ധത്തിൽ നിശേഷം പരാജയപ്പെട്ട് മടങ്ങിപ്പോന്നു. പിന്നീട് പാണ്ഡവർ യുദ്ധസന്നദ്ധരായി പാഞ്ചാല രാജ്യത്ത് ചെന്ന് യുദ്ധം തുടങ്ങി. യുധിഷ്ഠിരനെ യുദ്ധത്തിന് കൊണ്ടുപോയില്ല. ഭീമനും അർജുനനും നകുല സഹദേവന്മാരും കൂടി പാഞ്ചാലപ്പടയോട് യുദ്ധം ചെയ്തു. ഭീമൻ്റെ ഗദായുദ്ധത്തിൽ ആനകളും കുതിരകളും തേരുകളും എല്ലാം തകർന്ന് നശിച്ചു. പാഞ്ചാല രാജാവ് അർജുനനോടൊപ്പത്തിനൊപ്പം പൊരുതി നിന്നെങ്കിലും അർജുനൻ അസ്ത്രസമൂഹങ്ങൾ കൊണ്ട് പാഞ്ചാല രാജാവിനെ ഒരു ചെറിയ ക്ഷതം പോലും ഏൽപ്പിക്കാതെ ബന്ധിച്ചു. എന്നിട്ട് ദ്രോണസന്നിധിയിലെത്തിച്ച് ഗുരുദക്ഷിണയായി കാഴ്ചവെച്ചു. ദ്രോണാചാര്യർക്ക് വളരെ സന്തോഷമുണ്ടായി. പാണ്ഡവരെ പ്രത്യേകിച്ച് ആശീർവദിച്ച ശേഷം ദ്രുപദനെ നോക്കി ചോദിച്ചു, പണ്ട് നിന്റെ കൂട്ടുകാരനായി ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് നിന്റെ രാജസദസ്സിൽ വന്നപ്പോൾ എന്നെ അപമാനിച്ചയച്ചത് ഓർമ്മയുണ്ടോ? ഹേ രാജാവി, രാജത്വം ശാശ്വതമല്ല, മനുഷ്യത്വം മഹനീയമാണ്. ആയതിനാൽ ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കും എന്ന് ദ്രോണർ പറഞ്ഞു. ദ്രുപദൻ പകുതി രാജ്യം നൽകാമെന്ന് സമ്മതിക്കുകയും ദ്രോണർ ദ്രുപദനെ കെട്ടഴിച്ചു വിടുകയും ചെയ്തു. പിന്നീട് ദ്രോണർ പകുതി രാജ്യവും വാങ്ങിച്ച് തിരിച്ച് രാജധാനിയിലേക്ക് പോയി. എന്നാൽ അപമാനിതനായി അയക്കപ്പെട്ട ദ്രുപദൻ രാജധാനിയിൽ വളരെ വിഷമത്തോടെ ജീവിച്ചു. പ്രതികാരത്തിൻ്റെ അഗ്നി അദ്ദേഹത്തിൽ ആളിക്കത്തിക്കൊണ്ടിരുന്നു. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നു. അവസാനം ആരാലും തോൽപ്പിക്കപ്പെടാൻ കഴിയാത്ത ദ്രോണരെ വധിക്കാൻ ഒരു പുത്രനും വില്ലാളി വീരനായ അർജുനൻ്റെ പത്നിയാകുവാൻ യോഗ്യതയുള്ള ഒരു പുത്രിയും തനിക്കുണ്ടാകണമെന്ന് കരുതി അദ്ദേഹം മഹർഷിമാരെ വരുത്തിച്ചു. എന്നിട്ട് ഒരു മഹായജ്ഞം ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ യാഗകുണ്ഡത്തിൽ നിന്നും സുന്ദരനും ധനുർബാണ കിരീടാദികൾ ധരിച്ചിരിക്കുന്നവനുമായ ഒരു യോദ്ധാവ് ഉയർന്നു വന്നു. രണ്ടാമതായി മഹാലക്ഷ്മിയെപ്പോലെ സർവ്വവിധ ഐശ്വര്യങ്ങളോടും തേജസ്സോടും കൂടി ഒരു സുന്ദരി യജ്ഞകുണ്ഡത്തിൽ നിന്ന് ഉയർന്നു വന്നു. മൂന്നാമതായി ആണും പെണ്ണുമല്ലാത്ത ഒരു നപുംസകനും ഉയർന്നു വന്നു. ദ്രുപദൻ പുത്രന് ദൃഷ്ടദ്യുമ്നെന്നും പുത്രിക്ക് കൃഷ്ണയെന്നും നപുംസകത്തിന് ശിഖണ്ഡി എന്നും നാമകരണം ചെയ്തു. എന്നാൽ ദ്രുപദൻ്റെ പുത്രി ആയതുകൊണ്ട് കൃഷ്ണയെ ദ്രൗപദി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കുഞ്ഞുങ്ങളെ, അർജുൻ ഗുരുവിന് കൊടുത്ത ഗുരുദക്ഷിണ കണ്ടല്ലോ. അത് ഒരു ഉത്തമ ശിഷ്യൻ്റെ കർത്തവ്യമാണ്. അതുപോലെ മഹാഭാരതത്തിലെ പ്രധാന കഥാപാത്രമായ ദ്രൗപദിയുടെ ജനനകഥയും മനസ്സിലായല്ലോ. ഇനി നിർത്തട്ടെ. ഹരി ഓം തത്സത്.